ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വേണം. അതും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് ആയിരിക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ഇലോൺ മസ്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കറക്റ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ഞാനിത് പ്രൂവ് ചെയ്ത് തരാം. ഫീഡ്ബാക്ക് കിട്ടിയാൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പ്രൂവ് ചെയ്ത് തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് പഠിക്കുന്നത് അവർ വളരെ വേഗത്തിൽ ലാംഗ്വേജ് പഠിക്കാനുള്ള കാരണം ഈവൻ അവരുടെ ബ്രെയിൻ അത്ര വളർന്നിട്ടൊന്നുമില്ല. ആ ടൈമിലാണ് അവർ മലയാളം ലാംഗ്വേജ് വളരെ പെട്ടെന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ പെട്ടെന്ന് പഠിക്കും. അതിൻ്റെ കാരണം അവർക്ക് അത്രയധികം കറക്റ്റീവ് ഫീഡ്ബാക്കും ക്രിട്ടിക്കൽ ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികൾ സംസാരിക്കും, അപ്പോൾ പാരൻസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകും, കറക്റ്റീവ് ഫീഡ്ബാക്ക് നൽകും. കുട്ടികൾ സംസാരിക്കും, വീണ്ടും ഫീഡ്ബാക്ക് കിട്ടും. ഒരു ദിവസം തന്നെ ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ഫീഡ്ബാക്ക് കുട്ടിയെടുത്ത് അതിന് പഠിച്ച് അതിന് ഇമ്പ്രൂവ് ചെയ്ത് ആ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഈ ഒരു ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് നമ്മളുടെ ലാംഗ്വേജ് ലേണിങ്ങിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളുടെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ പേസ്, അതായത് സ്പീഡ് വളരെ കുറയാൻ കാരണം ഈ നെഗറ്റീവ് ഫീഡ്ബാക്കും ക്രിട്ടിക്കൽ ഫീഡ്ബാക്കും നമുക്ക് വല്ലാതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ ഇനി ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ളത് മനസ്സിലായി. ഇനി എങ്ങനെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും? നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു സ്പീക്ക് ഫസ്റ്റ്. നിങ്ങളൊരു ഫീഡ്ബാക്ക് ഗിവറിന് നിങ്ങളുടെ സംസാരം നൽകണം. ഓക്കെ, ഒരു കുട്ടി ഫീഡ്ബാക്ക് ഗിവറായിട്ടുള്ള പാരൻസിന് സംസാരം നൽകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗിവറിന് നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സൗണ്ട്, ഐഡിയാസ് ആദ്യം കൊടുത്താലേ ഫീഡ്ബാക്ക് കിട്ടൂ. അപ്പോൾ ആക്ഷൻ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ അടുത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്, ട്രെയിനറിൻ്റെ അടുത്തു നിന്നല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഗ്രാമർ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവർ ഗ്രാമർ പഠിക്കും, സംസാരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതായിട്ട് സംസാരിക്കാൻ കഴിയില്ല. സംസാരിച്ച് നോക്കും, ഒരു ഘട്ടം കഴിഞ്ഞാൽ ബോറിംഗ് ആയതുകൊണ്ട് നിർത്തും. ഒരു ആശയവിനിമയമില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ഒന്നുമില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, സ്റ്റുഡൻറ്റ് ആദ്യം സംസാരിച്ച് തുടങ്ങണം. Then trainer should come and correct it. Student will speak again, trainer will correct again, and this cycle repeat over and over again. ഈ കറക്റ്റ് ഫീഡ്ബാക്കിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. യു ഗോട്ട് ഇറ്റ്? ഞാൻ പറഞ്ഞൊരു ഫീഡ്ബാക്ക് ഗിവർ വേണം. ഫീഡ്ബാക്ക് ഗിവറിന് സംസാരം നൽകണം. ആ ഫീഡ്ബാക്ക് ഗിവർ നമ്മളുടെ സൊസൈറ്റി ആയിരിക്കാം, നമ്മളുടെ പാരൻസ് ആയിരിക്കാം, നമ്മളുടെ ഹെൽപ്പിംഗ് കൊളീഗ് ആയിരിക്കാം, നമ്മളുടെ ഹെൽപ്പിംഗ് ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം, നമ്മളുടെ ട്രെയിനർ ആയിരിക്കാം, നമ്മളുടെ മെൻറ്റർ ആയിരിക്കാം, ആരും ആയിരിക്കാം. അപ്പോൾ ആദ്യം യു നീഡ് ടു സ്പീക്ക്, ദെൻ യു ഷുഡ് ഗെറ്റ് കറക്റ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ ആദ്യം പറയണം, എന്നിട്ട് നമുക്ക് കറക്റ്റീവ് ഫീഡ്ബാക്ക് കിട്ടണം.